Namaskaram, എൻ്റെ പേര് Shilpa and welcome to my YouTube family, Shilu Talks. Finally, it's time to kiss 2020 goodbye and we might as well do it in style. ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയേഴ്സ് ഈവ് ഗ്ലാം ലുക്കാണ്. ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാൻ just keep on watching. മേക്കപ്പിന് വേണ്ടി സ്കിന്നിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഉപയോഗിക്കുന്നത് Urban Botanicsന്റെ റോസ് വാട്ടറാണ്. ഇതൊരു നാച്ചുറൽ ടോണറാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും വരാൻ പോകുന്ന മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂട്രോജീനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഒരു വാട്ടർ ജെൽ കൺസിസ്റ്റൻസിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്യാണ്. ലെബലോന്റെ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കപ്പ്. ആദ്യം ഞാൻ ഐബ്രോസ് ആണ് ചെയ്യുന്നത്. പുരികം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് പുരികം ബ്രഷ് ചെയ്യാണ്. ഏത് രീതിയിലാണോ ഏത് ഷേപ്പിലാണോ അതിരിക്കേണ്ടത് ആ ഷേപ്പിലേക്ക് ഞാൻ ആദ്യം അതിനെ ബ്രഷ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം ഇറ്റ്യൂഡ് ഹൗസിൻ്റെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ പുരികത്തിൻ്റെ ബോർഡേഴ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് എവിടേക്കാണോ ഗ്യാപ്സ് ഉള്ളത് ആ ഗ്യാപ്പിലൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് കണ്ണിൻ്റെ മുകളിലുള്ള പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ സെഫോറേൻ്റെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. ഈ കൺസീലർ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനിയും കവറേജ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐലിഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള ലൂസ് പൗഡർ ഉപയോഗിക്കുകയാണ്. കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മൾ ഐലിഡ്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന കൺസീലർ ക്രീസ് ചെയ്യില്ല. ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നിക്സിൻ്റെ മോഡേൺ ഡ്രീമർ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റ് ആണ്. അതിൽ നിന്നുള്ള ഒരു പിങ്കിഷ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐലിഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഞാനൊരു ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ആദ്യത്തെ കളർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ഐ ഷാഡോ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു ഐലൈനർ പോലെ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐലിഡ്സിൻ്റെ നടുവിൽ അപ്ലൈ ചെയ്യുകയാണ്. ഷിമ്മർ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യുമ്പം വിരൽ കൊണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കളർ പേ ഓഫ് കിട്ടും. ഇനി നമുക്ക് ഫേസ് മേക്കപ്പ് തുടങ്ങാം. ഇതിന് ഞാനിവിടെ ആദ്യം ഉപയോഗിക്കുന്നത് കളർ ബാറിൻ്റെ പ്രൈമറാണ്. ഒരു ചെറിയ എമൗണ്ട് പ്രൈമർ ഫേസിൽ നമ്മുടെ ടീ സോണിലും കൂടുതൽ ഓയിലി ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിക്സിൻ്റെ കാൺ സ്റ്റോപ്പ് വോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ് ഇൻ ദ ഷെയ്ഡ് നാച്ചുറൽ. ഇത് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ എല്ലായിടത്തും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും ഈവൺ ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി ബ്ലെൻഡർ പാക്കിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷവും എവിടെയെങ്കിലുമൊക്കെ സ്കാർസ് വിസിബിൾ ആണെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺസീലർ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സെഫോറേൻ്റെ കൺസീലറാണ് ഇൻ ദ ഷെയ്ഡ് 28 ക്യാമൽ. കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം വിരലുകൊണ്ട് തന്നെ മെല്ലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാർസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൺസീലറിൻ്റെ ഷെയ്ഡ് നമ്മുടെ സെയിം സ്കിൻ ടോണിലുള്ള കൺസീലർ ഷെയ്ഡ് വേണം വാങ്ങാൻ. കണ്ണിൻ്റെ താഴെയുള്ള ഭാഗങ്ങളും ടീ സോണും ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിലുള്ള ഒരു കൺസീലറാണ് ഉപയോഗിക്കുന്നത് ഇൻ ദ ഷെയ്ഡ് ലൈറ്റ്. നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന കൺസീലർ മുഖത്തുള്ള പാടുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് സെഫോറേൻ്റെ കൺസീലറായിരുന്നു. അതെൻ്റെ സെയിം സ്കിൻ ടോണിലുള്ള കൺസീലറായിരുന്നു. എന്നാൽ ഇപ്പം ഒരു ബ്രൈറ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കൺസീലർ ഒരു ഷെയ്ഡ് ലൈറ്ററാണ് എൻ്റെ സ്കിൻ ടോണിനേക്കാളും. അങ്ങനെ ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്നത്. ഒരു ലൈറ്റ് കൺസീലർ ഉപയോഗിച്ചിട്ട്, അതായത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള ഒരു കൺസീലർ ഉപയോഗിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ സ്കാർസ് കവർ ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖത്തിലെ പാടുകളൊക്കെ കവർ ചെയ്യുന്നതിന് പകരം അതൊക്കെ എടുത്തു കാണിക്കും. അതുകൊണ്ട് മുഖത്തുള്ള പാടുകൾ കവർ ചെയ്യാനാണെങ്കിൽ എപ്പോഴും
നിങ്ങളുടെ സെയിം സ്കിൻ ഷെയ്ഡിലുള്ള കൺസീലർ ഷെയ്ഡ് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ നമ്മൾ ലിക്വിഡ് ഫൗണ്ടേഷനും ലിക്വിഡ് കൺസീലറും ഒക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ലിക്വിഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഫേസിൽ ക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്രീസിങ് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ലൂസ് പൗഡർ ഉപയോഗിച്ചിട്ട് ഫേസിനെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഞാനൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ താഴെയുള്ള ഭാഗത്താണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും ആദ്യം ക്രീസ് ചെയ്യുക. സോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണിൻ്റെ താഴ്ഭാഗത്താണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് സെയിം പൗഡർ ഉപയോഗിച്ചിട്ട് ഫേസ് ഫുള്ള് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സ്കിന്നിലുള്ള സ്കാർസ് ഒക്കെ കവർ ചെയ്തു, ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ സ്കിൻ ഒരു ഈവൻ ടോണിലാണുള്ളത്. ഇതിനൊരു ഹെൽത്തി ഗ്ലോ, ഒരു ഹെൽത്തി കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഷ് ഉപയോഗിക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കേൻ്റെ ബ്ലഷ് ഡുവോ ആണ്, ഇൻ ദ ഷെയ്ഡ് മാലിബു ബാർബി. ഈ ബ്ലഷ് ഡുവോ, മാലിബു ബാർബി എന്ന് പറയുന്ന ബ്ലഷ് ഡുവോയിലുള്ള പീച്ച് ഷെയ്ഡാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ഐലിഡിൻ്റെ മുകളിൽ ഐ ലൈനർ പോലെ ഉപയോഗിച്ച അതേ ഐ ഷാഡോ കളർ ഉപയോഗിച്ചിട്ട് താഴത്തെ ലാഷ് ലൈനിൽ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഫ്ലാറ്റ് ഐ ഷാഡോ ബ്രഷാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ ഐ ലുക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസസ് കാനഡയുടെ മാഗ്നറ്റിക് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് കണ്ണെഴുതുകയാണ്. വാട്ടർ ലൈനിലാണ് ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നത്. ഇതുകൂടാതെ കണ്ണിൻ്റെ മുകളിലുള്ള വാട്ടർ ലൈനിൽ ഏറ്റവും അറ്റത്തെ കോർണറിലും ഞാനൊരു ഇത്തിരി കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഐ ഷാഡോ ലുക്കിന് ഒരു ഗ്ലാം ലുക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഷിമ്മർ ഷെയ്ഡ്, അതായത് ഈ പാലറ്റിലുള്ള ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് ഉണ്ട്, ഒരു സിൽവർ ഗ്ലിറ്ററി ഷെയ്ഡാണത്. ആ ഒരു ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇത് കൂടാതെ ഒരു ഇത്തിരി ഞാൻ വിരലുകൊണ്ട് ഈ സെയിം ഷെയ്ഡ് തന്നെ ഐലിഡ്സിൻ്റെ സെൻറ്റർ പോർഷനിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ മാക്കിൻ്റെ ഹോട്ട് ആൻഡ് നോട്ടി 2 ബ്ലാക്ക് ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാര ഐലാഷസിൽ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ഫോൾസീസ് വെച്ചു. ലിപ്സിൽ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് നൈക്ക മിനി ലിപ്സ്റ്റിക്സിലുള്ള നോട്ടി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആൻഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് എ ലിപ് ഗ്ലോസ്. ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ഗ്ലോസ് റിമൽ ലണ്ടൻ്റെ ആണ്. അതിൻ്റെ പേര് ഓ മൈ ഗ്ലോസ് എന്നാണ്, ഇൻ ദ ഷെയ്ഡ് ഗ്ലോസഹോളിക്. നൗ ലെറ്റ്സ് സീ ദ ഫൈനൽ ലുക്ക്. ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ഇയറിങ്ങോ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു നെക്ലേസും ആണ്. ഇനി ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ യൂട്യൂബിൽ ഷെയർ ചെയ്യാത്ത ഒരുപാടധികം കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ @Shilu Talks എന്നാണ്. അവിടെയും എന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇനി വരാൻ പോകുന്ന 2021 എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു വർഷം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സോ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് സ്പ്ലെൻഡിഡ് ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ലവ് യു ഓൾ. ബൈ ബൈ.